ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനേക്കാൾ മുൻപായിട്ട് ഇന്ന് റോ എപ്പിസോഡ് 1:30 ലൈവ് കാണാൻ വേണ്ടിയിരുന്ന മിക്ക ആളുകൾക്കും പണി കിട്ടിയിട്ടുണ്ട്. അതായത് കേരള വിഷയന്റെ കേബിളെല്ലാം കട്ടായിക്കൊണ്ട് 1-2 ചാനൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് സാധാ ലോക്കൽ ചാനല്. ബാക്കി മെയിനായിട്ടുള്ള ഒറ്റ ചാനലും വർക്കാവുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് ജിയോ TV-യിലാണ് ലൈവായി കണ്ടത്. ഇന്നത്തെ റോ എപ്പിസോഡ് അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജോൺ സീന WWE ചാമ്പ്യൻ കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ജോൺ സീനയാണ് വന്നത്. ജോൺ സീന വന്നതിന് ശേഷം ഫാൻസിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. അതായത് ഇത്രയും നാൾ എന്നെയായിരുന്നു എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ ആ ഒരു ഫോക്കസ് എല്ലാം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് മാറ്റിയേക്കാണ്. അതിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും ഒളിച്ചു മാറാൻ കഴിയില്ല. അതുപോലെ കഴിഞ്ഞ റോയിൽ ഒരു കുട്ടിയെ കളിയാക്കിയ കാര്യത്തെ പറ്റിയും സീന ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഫാൻസിന് സീനയുടെ അടുത്ത് നിന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നും എല്ലാവരുടെയും ഉള്ളിലുള്ളതെല്ലാം പുറത്തു കൊണ്ടുവരും ഈ ഒരു ലെവലിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ സീന ഫാൻസിനെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ WWE ഫാൻസ് ഇത്രയും നാള് ജോൺ സീനനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് സീന പറഞ്ഞത്. അതായത് നിങ്ങൾ എന്നെ പറ്റി മോശം അഭിപ്രായമെല്ലാം പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കി, പക്ഷെ ഞാൻ നിങ്ങൾ വിചാരിച്ചതുപോലെ തളർന്നില്ല. അതായത് ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഫാൻസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സീന ആരാധകരെ ഒരു എക്സ്പെരിമെന്റ് വസ്തുവായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ന്. അതായത് എക്സ്പെരിമെന്റിന് ഉപയോഗിക്കുന്ന എലികളുടെ കണക്കിൽ. അതുപോലെ സീന പറഞ്ഞത് മുൻപ് WWE സ്പിന്നർ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന കാര്യത്തെ പറ്റിയാണ്. അതായത് സീന ആദ്യമായിട്ട് ആ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന സമയത്ത് ഫാൻസ് എതിർത്തു എന്നും, എന്നാൽ ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. അതായത് റിക് ഫ്ലെയറിന്റെ ആ ഒരു ലെഗസി റെക്കോർഡ് താൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ തോൽപ്പിച്ച് കോഡി റോഡ്സിന്റെ കയ്യിലുള്ള ഒറിജിനൽ WWE ചാമ്പ്യൻഷിപ്പുമായിട്ട് ജോൺ സീന റിട്ടയർ ചെയ്ത് പോകുമെന്നും അതോടുകൂടി നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് ഇല്ലാതെയാകും എന്നാണ് പറഞ്ഞത്. അതായത് ഒറിജിനൽ ചാമ്പ്യൻഷിപ്പ് സീന കൊണ്ടുപോകും, പിന്നീട് ഇവർക്ക് പുതിയൊരു ചാമ്പ്യൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു ഡമ്മി ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടോയ് ആയിരിക്കും. ഈ ടൈപ്പിലാണ് സീന പറഞ്ഞത്. അതായത് ഒറിജിനൽ ചാമ്പ്യൻഷിപ്പുമായിട്ട് സീന WWE വിട്ട് റിട്ടയർ ചെയ്ത് പോകുമെന്ന് കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട്. അങ്ങനെ 17 ടൈം ചാമ്പ്യനായി സീന മുന്നോട്ട് പോകും, റിക് ഫ്ലെയറിന്റെ റെക്കോർഡെല്ലാം ബ്രേക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ചാമ്പ്യൻഷിപ്പുമായി പോയിക്കൊണ്ട് താൻ റെസ്ലിംഗിനെ നശിപ്പിക്കും എന്ന ലെവലിലൊക്കെയാണ് സീന പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം WWE ചാമ്പ്യൻ കോഡി റോഡ്സോട് ഒന്ന് പറയുന്നത്, നിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ആ ചാമ്പ്യൻഷിപ്പ് നിനക്ക് കിട്ടണമെങ്കിൽ അത് എൻ്റെ കയ്യിൽ നിന്നായിരിക്കണം കൊണ്ടുപോകേണ്ടി വരിക, അല്ലെങ്കിൽ എന്നെ തോൽപ്പിച്ചിട്ട് വേണം നിനക്ക് ആ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ. അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ കോഡി റോഡ്സ് പറയുന്നുണ്ട്. ശേഷം ചാമ്പ്യൻഷിപ്പ് റിങ്ങിൽ ഉപേക്ഷിച്ചുകൊണ്ട് സീനയോട് അത് എടുക്കാൻ പറഞ്ഞു, അതായത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത് പോലെ. എന്നാൽ സീന ചാമ്പ്യൻഷിപ്പ് ഒന്നും എടുക്കാതെ റിങ് വിട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതുപോലെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കോഡി റോഡ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ചാമ്പ്യൻഷിപ്പ് നിനക്കൊരിക്കലും സ്വന്തമാക്കാൻ സാധിക്കില്ല. റെസൽമേനിയയിൽ നീ വെറും കൈയോടെ റിട്ടയർ ചെയ്ത് പോകും എന്ന ലെവലില് ഇതോടുകൂടി ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ടാഗ് ടീം മാച്ചാണ്. ജയ് ഉസോക്ക് മിസ്റ്ററി പാർട്ട്ണറായിട്ട് ഒരു റെസ്ലറെ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ മാച്ച് നടന്നത് അസ്റ്റൻ തിയറി ഗ്രേസൺ വാലർ ടീമിന്റെ കൂടെയാണ്. അപ്പോൾ മിസ്റ്ററി പാർട്ട്ണറായിട്ട് ജോ ഹെൻറി വരും, അല്ലെങ്കിൽ സാമി സൈൻ വരും, അല്ലെങ്കിൽ ജിമ്യൂസ തന്നെ ആയിരിക്കുമെന്നൊക്കെ ഒരുപാട് റൂമർ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ റൂമറായിട്ട് വന്നത് ജോ ഹെൻറിയുടെ പേരാണ്. എന്നാൽ ഈ മാച്ചിന് ജയൂസ വന്ന സമയത്ത് തന്നെ ജിമ്യൂസ വന്നുകൊണ്ട് ജോയിൻ ചെയ്ത് ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ജിമ്യൂസോ ഗ്രേസൺ വെലറിനെ ഇട്ടുകൊടുത്ത സമയത്ത് ജയൂസോ എയറിൽ വെച്ചുകൊണ്ട് സ്പിയർ ചെയ്തു. അതുപോലെ തന്നെ ഉസോസിന്റെ 1D ഫിനിഷർ അസ്റ്റൻ തിയറിക്ക് കൊടുത്തുകൊണ്ട് ജയൂസോ അസ്റ്റൻ തിയറിയെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ജയൂസോ ആൻഡ് ജിമ്യൂസോ ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം വേൾഡ് ചാമ്പ്യൻ ഗുന്തർ വന്നുകൊണ്ട് ജിമ്യൂസോനെ റിങ്ങിൽ നിന്നും വലിച്ചിട്ട് ജയൂസോനെ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ജയൂസോ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം സ്പിയർ അടിക്കാൻ പോയ സമയത്ത് എന്തോ ഒരു ഇഞ്ചുറി സംഭവിച്ചതുപോലെ കാണിച്ചു. ആ സമയം ഗുന്തർ തിരിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ ജിമ്യൂസോ ചെയർ എടുത്തുകൊണ്ട് വന്ന് ഗുന്തറിനെ അവിടെ നിന്നും ഓടിപ്പിച്ച് ജയൂസോനെ സേവ് ചെയ്തു. അപ്പോൾ ഇതേ സെഗ്മെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്ത് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചിരുന്നു, അതും കൂടി പറയാം. അതായത് ജയൂസോ സാഡായിട്ടിരിക്കുന്ന സമയത്ത് ജിമ്യൂസോ മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ട്, അതായത് റെസൽമേനിയയിൽ നീ തന്നെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത്
ഗന്ധറിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകും എന്ന ടൈപ്പിലൊക്കെ. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ വീണ്ടും ഗന്ധർ ജിമ്മിയൂസ ആയിട്ടൊരു സെഗ്മെന്റ് വെച്ചു. അപ്പൊ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് വീക്ക് എനിക്ക് നിന്റെ കൂടെ മാച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഗന്ധറിന്റെ ബോന്തടിച്ച് തിരിച്ചിട്ടാണ് ജിമ്മിയൂസ അവിടെ നിന്നും പോയത്. നെക്സ്റ്റ് വീക്ക് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് കൺഫേം ആയിട്ടുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റെയ് മിസ്റ്റീരിയോ, ഡ്രാഗൺ ലീ, ചാറ്റ് കേബിൾ അതുപോലെ തന്നെ ആഡം പിയേഴ്സ് ഇവരുടെ സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ റെയ് മിസ്റ്റീരിയോ, ഡ്രാഗൺ ലീ പറയുന്നുണ്ട് മാസ്കറ്റ് വന്ന് അറ്റാക്ക് ചെയ്തത് ചാറ്റ് കേബിൾ തന്നെയാണ്, വീഡിയോ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ. അതുപോലെ തന്നെ ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോയി ചാറ്റ് കേബിളിന്റെ മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്യും ഡ്രാഗൺ ലീ. അപ്പോൾ ചാറ്റ് കേബിളിന് എന്തോ അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് എല്ലാം കാണിച്ച് ആ ഒരു മുഖംമൂടിയിട്ട റെസ്ലറുടെ കൂടെ മാച്ച് വയ്ക്കാൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡ്രാഗൺ ലീക്ക് ചാറ്റ് കേബിളുമായിട്ട് ഒരു മാച്ച് കൊടുക്കും, അതായത് മുഖംമൂടിയിട്ട ചാറ്റ് കേബിളുമായിട്ട്. അതിനുശേഷം വുമൺസിന്റെ IC ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ച് നടന്നത് IC ചാമ്പ്യനായ ലൈറ വൾഗീരിയ വേഴ്സസ് ടാഗ് ടീം ചാമ്പ്യനായ റക്കേൽ റോഡ്രിഗസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ ഇവർ ചീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. റക്കേലിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ച് ലൈറ വൾഗീരിയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യനായത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ലിവ് മോർഗനും റക്കേലും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ബെയ്ലി വന്നുകൊണ്ട് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ലൈറ വൾഗീരിയനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഒരു ടാഗ് ടീം മാച്ച് പ്രതീക്ഷിക്കാം. പിന്നീട് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് വുമൺസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ, റിയ റിപ്ലി, ബിയാങ്ക ബെല്ലർ, ആഡം പിയേഴ്സ് ഇവർക്കാണ് നടന്നത്. ഫസ്റ്റ് ആഡം പിയേഴ്സ് പറയുന്നത് റിയ റിപ്ലി കഴിഞ്ഞ ആഴ്ച കോൺട്രാക്ട് സൈൻ ചെയ്ത കാര്യത്തെ പറ്റിയാണ്. അതായത് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന് കരുതി റസൽമേനിയയിൽ മാച്ച് കിട്ടാൻ പോകുന്നില്ല എന്നും റസൽമേനിയയിൽ ബിയാങ്ക ബെല്ലറിനും ഇയോ സ്കൈക്കാണ് മാച്ച് നടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ്. പിന്നീട് ഈ സെഗ്മെന്റിൽ ഇവരെല്ലാം വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം സംസാരിച്ച് അവസാനം ദേഷ്യം വന്ന ആഡം പിയേഴ്സ് നെക്സ്റ്റ് വീക്ക് റിയ റിപ്ലിക്ക് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർ റസൽമേനിയയിൽ ബിയാങ്ക ബെല്ലറിന്റെ കൂടെ മാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി ബിയാങ്ക ബെല്ലറെ ആ മാച്ചിൽ റെഫറി ആക്കാനുള്ള ഒരു പ്ലാനും ആഡം പിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവരെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. അതായത് ഇയോ സ്കൈ റിയ റിപ്ലിനെ അറ്റാക്ക് ചെയ്തു. അതുപോലെ ഇയോ സ്കൈനെ കെയോടി ചെയ്യാൻ നോക്കിയ സമയത്ത് ഇയോ സ്കൈ അതെല്ലാം മാറിപ്പോകുന്നത് പോലെയും. അപ്പോൾ ഈ സെഗ്മെന്റ് അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് പോയി റസൽമേനിയയിൽ ട്രിപ്പിൾ ത്രെഡ് വരും എന്നാണ് തോന്നുന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ കോഫി കിസ്റ്റൻ, സേവിയർ വുഡ്സ് ആഡം പിയേഴ്സുമായിട്ട് സംസാരിച്ചു. അതായത് റസൽമേനിയയിൽ ഇവർക്ക് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആഡം പിയേഴ്സ് അതിന് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആദ്യം നിങ്ങൾ അതിനുള്ള യോഗ്യത നേടണം എന്ന ലെവലിലൊക്കെ. പിന്നീടാണ് ബിയാങ്ക ബെല്ലർ വന്നിട്ടുള്ള ആ ഒരു സെഗ്മെന്റ് നടന്നത്, അതായത് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആക്കിയിട്ടുള്ള സെഗ്മെന്റ്. അതിനുശേഷം ഒരു സിംഗിൾസ് മാച്ച് ഡ്രാഗൺ ലീ വേഴ്സസ് ചാറ്റ് കേബിൾ. അപ്പോൾ ഇപ്രാവശ്യം ചാറ്റ് കേബിളായിട്ടല്ല വന്നത്, മുഖമുടിയെല്ലാം ധരിച്ചുകൊണ്ട് ഗ്രാൻഡേ അമേരിക്ക എന്ന പേരിലൊക്കെയാണ് ചാറ്റ് കേബിൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ട് തോന്നി. ഈ മാച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാറ്റ് കേബിളിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ക്യാരക്ടർ നല്ല വർക്കായിട്ടാണ് തോന്നിയത്. അതായത് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ചാറ്റ് കേബിളിനെ കാണുന്ന സമയത്ത്. അതും ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം ജയിക്കാൻ പറ്റാതെ ആയപ്പോൾ ചാറ്റ് കേബിൾ ഡ്രാഗൺ ലീയുടെ മാസ്ക് എല്ലാം ഊരിയെടുത്തുകൊണ്ട് ചീറ്റ് ചെയ്താണ് ഈ മാച്ച് വിൻ ചെയ്തിട്ടുള്ളത്. അതായത് മാസ്ക് ഊരിയതിന് ശേഷം സബ്മിഷൻ ചെയ്തപ്പോൾ ഡ്രാഗൺ ലീ മറ്റൊരു വഴിയുമില്ലാതെ ടാപ്പ് ഔട്ട് ചെയ്ത് തോറ്റുപോയി ഈ ഒരു മാച്ചിൽ. ഇപ്പോൾ ചാറ്റ് കേബിളിന്റെ ഇതെല്ലാം സെറ്റായിട്ട് പോകുന്നത് പോലെയാണ് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നീട് CM പങ്കിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ CM പങ്ക് പറഞ്ഞത് ഇവരുടെ റസൽമേനിയ ട്രിപ്പിൾ ത്രെഡ് മാച്ചിനെ പറ്റി തന്നെയാണ്. അതുപോലെ ഫാൻസുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് CM പങ്ക് പറയുന്നുണ്ട് താൻ റോയൽ റംബിൾ വിൻ ചെയ്ത് റസൽമേനിയ മാച്ചിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു, എന്നാൽ അത് സാധിച്ചില്ല. അതുപോലെ തന്നെ എലിമിനേഷൻ ചേംബറും തനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴാണ് സെത്ത് റോളൻസ് അറ്റാക്ക് ചെയ്ത് ആ അവസരമെല്ലാം പോയത്. പിന്നീട് ഇവരുടെ മാച്ചിനെ പറ്റി, റോമൻ റെയിൻസിനെ പറ്റി എല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് മുൻപൊരു സെഗ്മെന്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും പറഞ്ഞു. അതായത് ഇവര് പരസ്പരം സഹായമില്ലാതെ എന്നെ ഇതുവരേക്കും തോൽപ്പിച്ചിട്ടില്ല എന്നും അതുപോലെ തന്നെ ഇവരെ കൊണ്ടുവന്നത് താനാണ് എന്ന ടൈപ്പിലൊക്കെ. അതായത് ഷീൽഡ് ടീമിനെ പറ്റിയാണ് പറഞ്ഞത്. അതേ തനിക്ക് തന്നെ ഇവരെ അവസാനിപ്പിക്കാനും അറിയാം എന്ന ലെവലില്, അതായത് റസൽമേനിയയിൽ ഇവരെ രണ്ടുപേരെയും താൻ അവസാനിപ്പിക്കും എന്ന ലെവലിലൊക്കെയാണ് CM പങ്ക് പറഞ്ഞത്.
അതുപോലെ ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും ഉദ്ദേശിച്ചത് സ്മാക്ക് ഡൗണിൽ ഇവർക്ക് നടക്കാൻ പോകുന്ന കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റിനെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഫാൻസ് ബൂ ചെയ്തു. അപ്പോൾ CM Punk പറയുന്നുണ്ട്, നിങ്ങൾ ബൂ ചെയ്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആ ഒരു സെഗ്മെന്റ് ഇന്ന് ഇവിടെ പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഇന്ന് നടക്കാൻ പോകുന്നില്ല, സ്മാക്ക് ഡൗണിലാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ CM Punk ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ട്രിപ്പിൾ ത്രെഡ് മാച്ചിന്റെ കോൺട്രാക്ട് സൈനിങ്ങിനെ പറ്റിയാണ് മെയിനായിട്ടും ഈ സെഗ്മെന്റിൽ CM Punk പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് പോയത്. അതായത് താൻ കൊണ്ടുവന്ന ഇവരെ തനിക്ക് തന്നെ തോൽപ്പിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM Punk ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് എന്നൊക്കെ ഓർമ്മിപ്പിച്ച് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ച് CM Punk പോയി. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് ആയിട്ട് IC ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. IC ചാമ്പ്യനായ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് പെൻഡ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് 2 ദിവസം മുൻപാണ് ആഡം പിയേഴ്സ് കൺഫേം ചെയ്തത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് തന്നെ ഡൊമിനിക് ആൻഡ് കാർലിറ്റോ ഇവരെല്ലാം വന്നിരുന്നു. അതായത് പെൻഡയെ ജഡ്ജ്മെന്റ് ഡേ ടീമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു പ്ലാനുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് സഹായം എന്ന പോലെ ഇവരോട് വന്നത്. ഇവർ വന്നതിന് ശേഷവും മാച്ച് അടിപൊളിയായി തന്നെയാണ് ബ്രോൺ ബ്രേക്കറും പെൻഡയും കൂടി കൊണ്ടുപോയത്. മാച്ചിന്റെ അവസാനത്തിൽ പെൻഡ കനേഡിയൻ ഡിസ്ട്രോയർ ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കറെ പിൻ ചെയ്തു എങ്കിലും ബ്രോൺ ബ്രേക്കർ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. ശേഷം ഇവരിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നോക്കിയിരുന്ന സമയത്ത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഡൊമിനിക് കാർലിറ്റോ കയറി മാച്ച് ചീറ്റ് ചെയ്യാൻ നോക്കി മാച്ച് അവസാനം കുളമാക്കി. അതായത് പെൻഡയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പോലെ കയറിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പായി. പിന്നീട് ഇവർ ബ്രോൺ ബ്രേക്കർ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ബ്രോൺ ബ്രേക്കർ ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഫിൻ ബാലർ ചെയറുമായി വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറിന് കണ്ടിന്യൂസ് ആയി ചെയർ ഷോട്ട് എല്ലാം കൊടുത്തു. പിന്നീട് ഡൊമിനിക്കും ചെയറെല്ലാം വാങ്ങിച്ച് ബ്രോൺ ബ്രേക്കറിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ശേഷം പെൻഡയ്ക്ക് ചെയർ കൈമാറി ജഡ്ജ്മെന്റ് ഡേയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ബ്രോൺ ബ്രേക്കറെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ പെൻഡ ആ ചെയർ അങ്ങനെ തന്നെ ഡൊമിനിക്കിന് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഒരു സൂപ്പർ കിക്ക് ചെയ്ത് ഡൊമിനിക്കിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഫിൻ ബാലർ പെൻഡനെയും അറ്റാക്ക് ചെയ്തു, ബ്രോൺ ബ്രേക്കറിനെയും അറ്റാക്ക് ചെയ്തു. പെൻഡയ്ക്ക് ഫിൻ ബാലർ ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേ ആണ് ഭയങ്കരമായി ലീഡ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നതായിട്ട് കാണിച്ചത്. അപ്പോൾ കഴിഞ്ഞ റോയിൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നത് പോലെയും പ്ലാൻ ചേഞ്ച് ആവുന്നത് പോലെയൊക്കെയാണ് കാണിച്ചത്. വീണ്ടും ഇവർ ശക്തമായി ഒന്നിച്ചേക്കാണ്. എന്തായാലും ബ്രേക്കപ്പിലേക്കുള്ള സാധ്യതകൾ തന്നെയായിട്ടാണ് ഇതും തോന്നുന്നത്. അപ്പോൾ റോ എപ്പിസോഡിൽ IC ചാമ്പ്യൻഷിപ്പിന്റെ ക്ലൈമാക്സും മാച്ചും നന്നായിട്ട് തോന്നി. അതുപോലെ തന്നെ സീനയുടെ സെഗ്മെന്റ്, CM Punkന്റെ സെഗ്മെന്റ് ഒക്കെ സെറ്റ് ആയിരുന്നു. പിന്നെ റോ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല, അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.